എന്റെ കമ്മീഷൻ കിട്ടാതെ ഇവിടെ ഒരു പൂജ നടക്കില്ല. മുതലാളിയുടെ മോള് പൂജ കുഞ്ഞ്. അത് തന്നെ പറഞ്ഞ മുതലാളി എന്റെ പറശ്ശിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? പൂജമോള് വരുന്ന വിവരം ആരെങ്കിലും കൊണ്ടൊന്ന് കമ്പിക്കടിക്കായിരുന്നില്ലേ? അതും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവിടം വരെ വന്നൊന്ന് പറയായിരുന്നില്ലേ? മോൾക്ക് ഓർമ്മയുണ്ടോ ഈ തെയ്യണ്ണയുടെ മുഖം? 7 വർഷം മുമ്പ് മുതലാളിയുടെ ഒപ്പം ഇവിടെ വന്നത്. ഇപ്പൊ ആകെ മാറിയിരിക്കുന്നു. മുഖത്ത് മീശയൊക്കെ വന്ന് എന്തൊരെടുപ്പാ. അതേനാ മീശ ഇല്ലാത്ത മുഖം ഇവിടെ വിളിച്ചിരിക്കായിരുന്നല്ലേ? ഉറക്കത്തിൽ കൊറേ നേരം ഇങ്ങനെ പരിസരബോധം ഉണ്ടാവൂല. അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നതുകൊണ്ട് ചെവിട് കേട്ടുടാതാ. ഇതൊരു പുതിയ അസുഖം. അതെ അതെ. നിങ്ങളുടെ കോമാളിത്തരം കാണാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ആയിരുന്നോ? ബംഗ്ലാവിന്റെ അവകാശം സ്ഥാപിച്ച് നിൽക്കുന്ന ഇയാൾ ആരാന്ന് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞു കൊടുക്കടോ. എന്റെ ദൈവമേ, ഇവൻ പിന്നെ വന്ന ഇറങ്ങി പോടാ പുറത്ത്. ഇറങ്ങിപ്പോവാനാ? ഞാൻ സമയമാകുമ്പോ പൊക്കോളാം. ഇവൻ ആരാണെന്ന് അറിയാമോ പൂജക്കുഞ്ഞെ? ഉടമസ്ഥനില്ലാത്ത സമയത്ത് ബംഗ്ലാവിൽ കയറി വന്ന് കോടീശനാണ് അവകാശിയാണെന്നൊക്കെ പറയാ ഇവന്റെ ഹോബി. ഇറങ്ങി പോടാ പുറത്തെന്ന് പറഞ്ഞാ സമയം ആവട്ടെ എന്ന് പറയും. പിന്നെ ത്യാഗോപ